ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വിസ്കസ് ബലം അഥവാ വിസ്കസ് ഫോഴ്സാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒപ്പോസ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ടാവും, നമ്മുടെ പ്രതലത്തിൽ ഒരു ഒപ്പോസ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വിസ്കസ് ഫോഴ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ഫ്ലൂയിഡുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ളൊരു സവിശേഷ സ്വഭാവമാണ്. ആ ദ്രാവകത്തിനുള്ളൊരു സവിശേഷ സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രതലത്തിൽ, ഒരു ചരിഞ്ഞ പ്രതലത്തിൽ തേനും അതുപോലെ വെള്ളവും വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും പെട്ടെന്ന് ഒഴുകി വരുന്നത്? എല്ലാവർക്കും അറിയായിരിക്കും വെള്ളമാണ് ഒഴുകി വരുന്നത്. കാരണം എന്താ? തേൻ ഒഴുകാത്തതിന് കാരണം എന്താ? അവിടെ ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ടെന്ന്. തിരിച്ച് അത് ഒഴുകാതിരിക്കാൻ ആ സർഫസിൽ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്തുണ്ട്, ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ട്, വിസ്കോസിറ്റി. അപ്പോൾ തേനിന് വിസ്കോസിറ്റി കൂടുതലായിരിക്കും കുറവായിരിക്കും? വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ടാണ് ആ തേന് വളരെ സ്ലോയിൽ ഒഴുകി വരുന്നത്. വെള്ളത്തിന് എന്താണ്, വിസ്കോസിറ്റി കുറവായത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പഠിക്കാം. തേന്, ഗ്ലിസറിൻ, നെയ്യ്, ആവണക്കെണ്ണ, അതൊക്കെ എന്താണ്, വിസ്കോസിറ്റി കൂടുതലുള്ള ദ്രാവകങ്ങളാണ്. വിസ്കോസിറ്റി കുറവുള്ള ദ്രാവകങ്ങൾ ഏതൊക്കെയാണ്? മണ്ണെണ്ണ, ജലം, പെട്രോൾ, സ്പിരിറ്റ്, ഇതെല്ലാമാണ് വിസ്കോസിറ്റി കുറവുള്ള ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. വിസ്കോസിറ്റി കൂടുതലുള്ള ദ്രാവകങ്ങളെ ഇപ്പോൾ സ്പിരിറ്റ്, മണ്ണെണ്ണ, ജലം, പെട്രോൾ, അതൊക്കെ എന്താണ്, വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളാണ്. ഇനി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ എന്താണ് പറയുന്നത്? വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നു അല്ലേ. ഇനി നമ്മൾ ഒരു പ്രതലം എടുത്തു. ഈ പ്രതലത്തിൽ ഒരു ദ്രാവകത്തിന് സമ്പർക്കമുണ്ട്. ഇത് ദ്രാവകം കേട്ടോ. ഇത് ഓരോ ലെയറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പ്രതലവുമായി സമ്പർക്കമുള്ള ദ്രാവക പാളികൾക്ക് ഈ പ്രതലത്തിൻ്റെ അതേ പ്രവേഗമായിരിക്കും ഉണ്ടാവുക. ഈ ഇതിപ്പോൾ ഒരു ടേബിളാണ്. ഇതിന് മുകളിലൂടെ ആണ് നമ്മുടെ ദ്രാവക പാളികളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ താഴത്തെ പോർഷൻ, ഇതിലോട്ട് സമ്പർക്കമുള്ള പോർഷന് എന്തായിരിക്കും, ഒരേ പ്രവേഗമാണ് ഉണ്ടായിരിക്കുക. പക്ഷെ ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ അതിന് പ്രതലത്തിലുള്ള വെലോസിറ്റി കൂടുതലായിരിക്കും, പ്രവേഗത്തിന് വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? കാരണം ഇതെന്ന് പറയുന്ന സമ്പർക്കമുള്ളത് ഏതിലാണ്? ഈ പ്രതലത്തിനുമായി സമ്പർക്കമുള്ളത് ഒരു സോളിഡാണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും ഇത് സോളിഡായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലുണ്ട് എയർ മോളിക്യൂൾസ് ആയിട്ടാണ് ഇതിന് കോണ്ടാക്റ്റ് ഉള്ളത്. കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും എന്തിനപേക്ഷിച്ച്, ഈ താഴെയുള്ള ടേബിളിനെ അപേക്ഷിച്ച്. അപ്പോൾ വെലോസിറ്റി കൂടുതലാവാനുള്ള റീസൺ എന്താണ്? അവിടെയുള്ള വിസ്കസ് ഫോഴ്സ് എന്താണ്, കുറവാണ് അല്ലേ. നമുക്കറിയാം, വെള്ളത്തുള്ളികൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക്, അല്ലെങ്കിൽ തേൻ ഒലിച്ച് വരുമ്പോൾ നമുക്ക് അതിന് കാണാൻ പറ്റും ആ പ്രതലങ്ങൾ തമ്മിലുള്ള. അപ്പോൾ അതിൻ്റെ താഴെയുള്ള പാർട്ട് എപ്പോഴും വളരെ പ്രവേഗം കുറഞ്ഞായിട്ട് വരിക, മുകളിലുള്ള ഭാഗം വേഗം വരികയും ചെയ്യും. അപ്പോൾ അവിടെ വെലോസിറ്റി കൂടുതലാണുള്ളത്. അതിൻ്റെ അർത്ഥം അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, മുകളിലുള്ള പാളിക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ വിസ്കസ് ഫോഴ്സ് കൂടുതലാണ്. എന്നാൽ സമ്പർക്കമുള്ള പാളിക്കോ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വെലോസിറ്റി അവിടെ കുറവാണ് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പാർട്ട് എടുത്തു കേട്ടോ, V2 V4 എടുത്തു. അപ്പോൾ വെലോസിറ്റി, അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് ആണ് എന്ത് പറയുന്നത്, V2 - V4 V ആയിട്ട് നമ്മൾ എടുത്തു. അതാണ് അവിടുത്തെ ഈ ലെങ്ത്തിലുള്ള ഇത്രയും ലെങ്ത്തിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് V2 - V4 ആണ്. ഇനി നമുക്ക് ഇതിപ്പോൾ V2 V4ൻ്റെ ലെങ്ത്തിലുള്ള ചേഞ്ചാണ്. ഇനി ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? V2 - V4/L യൂണിറ്റ് ലെങ്ത്തിലുള്ള ചേഞ്ചാണ് V2 - V4/L. അഥവാ എന്താണ് നമുക്ക് എഴുതാം, V2 - V4 എന്താണെന്ന് നമുക്കറിയാം, V ആണെന്നറിയാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഗ്രേഡിയൻ്റ് V ആണ്. അപ്പോൾ ഇതിനെന്താണ് പറയുക, വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്നാണ് പറയുക. ഈ V/L എന്താണ് പറയുക, വെലോസിറ്റി ഗ്രേഡിയൻ്റ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. അപ്പോൾ ഇത് V/L ഇത് എന്തിന് പ്രപ്പോർഷനാണ്? നമ്മളിവിടെ ഒരു പ്രഷറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. P ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു V/L. നമ്മളിവിടെ എന്താ എടുത്തത്, രണ്ട് വെലോസിറ്റിയുടെ ചേഞ്ചാണ് നമ്മളെടുത്തത്. വെലോസിറ്റി ചേഞ്ച് അത് L ലെങ്ത്തിലുള്ള ചേഞ്ച്, അത് യൂണിറ്റ് ലെങ്ത് ആക്കുമ്പോൾ /L വരും. അപ്പോൾ V2 - V4 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ V/L എന്ന് കിട്ടും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്, പ്രഷറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇനി നമുക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ അറിയാലോ. എന്താണ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? F/A അല്ലേ. F/A ആണ് പ്രഷർ എന്ന് പറയുന്നത്, ഫോഴ്സ് ബൈ ഏരിയ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു V/L എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈറ്റ ഇടുന്നത്. അപ്പോൾ F/A ഈസ് ഈക്വൽ ടു ഈറ്റ
V/L എന്ന് പറയും. ഈ ഈറ്റ എന്ന് പറയുന്നതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ഈറ്റ എന്ന് പറയുന്നതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഈ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റാണ് എന്ത്? പോയിസെൽ എന്ന് പറയുന്നത് യൂണിറ്റ്. കണ്ടോ, വിസ്കോസിറ്റിയുടെ SI യൂണിറ്റാണ് പോയിസെല്ലി എന്ന് പറയുന്നത്. വിസ്കോസിറ്റിയുടെ മറ്റൊരു യൂണിറ്റ് ഉണ്ട്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്കിവിടെ ഇവിടെ എന്താണ് കിട്ടിയത്? ഈറ്റ ഈക്വൽ ടു V/L എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഈറ്റേനെ നമുക്ക് കണ്ടുപിടിക്കാം. ഈറ്റേനെ കണ്ടുപിടിക്കുന്നത് എന്താണ്? ഈറ്റേനെ ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? F/Aയുടെ അവിടേക്ക് കൊണ്ടുപോകണം. FL/VA എന്ന് കിട്ടും. ഇതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇത് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് FL/VA ആണ്. ഇനി നമുക്ക് യൂണിറ്റ് കൊടുത്തു നോക്കാം അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണെന്ന് എല്ലാവർക്കും അറിയാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ലെങ്ത്തിൻ്റെ എന്താണ്? മീറ്ററാണ്. ഇനി വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താ? വോളിയത്തിൻ്റെ യൂണിറ്റ് വോളിയല്ല, വെലോസിറ്റിയാണ്. ഇവിടെ എവിടെയെങ്കിലും വെലോസിറ്റി വോളിയം എന്ന് പറഞ്ഞെങ്കിൽ തെറ്റാട്ടോ, വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണെന്നറിയാം. അതുപോലെ ഏരിയ എങ്ങനെയാണ് കാണുക? മീറ്റർ സ്ക്വയർ അല്ലേ? ഏരിയ മീറ്റർ സ്ക്വയർ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്ടൺ മീറ്റർ -2 S എന്ന് കിട്ടും അല്ലേ? ഇതാണ് വേറൊരു യൂണിറ്റ്. നോക്കിയേ, ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ -2 ആണ് വിസ്കോസിറ്റിൻ്റെ മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷൻ ഈറ്റയുടെ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ കണ്ടു. അത് എന്താണ്? FL/VA. എന്തായാലും പഠിച്ചിരിക്കേണ്ടതാട്ടോ FL/VA. ഞാനിതൊരു മെത്തേഡിലാണ് നമുക്ക് ഈ ഇക്വേഷനിൽ കിട്ടി. ഇനി നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനിൻ്റെയും ഇക്വേഷനിൽ സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചിട്ട് എന്ത് പറയാം? ഇതേ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു സ്ട്രെയിൻ റേറ്റ്. ന്യൂട്ടൺ വിസ്കസ് ഫോർമുല എന്നാണ് പറയുന്നത്. ഫ്ലൂയിഡിലുള്ള നമ്മൾ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് പറയുക. പക്ഷേ ഫ്ലൂയിഡിൽ നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ന്യൂട്ടൺ വിസ്കസ് ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയ ഇക്വേഷൻ തന്നെയാണ് ഈ സ്ട്രെസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ റേഷ്യോയിലും കിട്ടുന്നത്. കണ്ടോ, ഒരു ദ്രാവകത്തിൻ്റെ ഷിയറിങ് സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ നിരക്കിൻ്റെയും അനുപാതം അറിയപ്പെടുന്നത് എന്താണ്? വിസ്കോസിറ്റി ഗുണാങ്കം കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇത് പഠിച്ചോട്ടോ, ഗുണാങ്കം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് എപ്പോഴും മലയാളത്തിലാണ് ചോദിക്കുക. കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി തന്നില്ലെങ്കിലും ഗുണാങ്കം എന്ന് പറയുമ്പോൾ എന്താ? വിസ്കോസിറ്റി ഗുണാങ്കമാണ് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? ഇതെന്തായാലും ഓർത്തിരിക്കണം, പോയിസെല്ലാണ്. വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ ഉണ്ട് ML-1 T⁻⁻1. അതും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു സിലിണ്ടറിലൂടെയാണ് ദ്രാവകം ഒഴുകുന്നതെങ്കിൽ അവിടെ വെലോസിറ്റി എവിടെയായിരിക്കും കൂടുതലുണ്ടാവുക? എവിടെയായിരിക്കും? ഈ ദ്രാവകം പ്രതലമായ സമ്പർക്കമുള്ള അവിടെ എന്തായിരിക്കും? വെലോസിറ്റി വളരെ കുറവായിരിക്കും. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും വെലോസിറ്റി കൂടുതലുണ്ടാവുക. അപ്പോൾ ഒരു പൈപ്പിലോ ട്യൂബിലോ ഒരു ദ്രാവകം ഒഴുകുമ്പോൾ ട്യൂബിൻ്റെ അച്ചുതണ്ടിൻ്റെ ദ്രാവകപാളിയുടെ വേഗത പരമാവധി ആയിരിക്കും. അപ്പോൾ അച്ചുതണ്ടിൻ്റെ ദ്രാവകപാളിയുടെ വേഗത പരമാവധി ആയിരിക്കും. അത് പൈപ്പിൻ്റെ ഭിത്തിക്കടുത്തേക്ക് നീങ്ങുമ്പോൾ ക്രമേണ കുറഞ്ഞവെന്തായി മാറും? വെലോസിറ്റി 0 ആയി മാറും. ഇവിടുത്തെ ഒഴുക്കും ഇതിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ 0 ആയി. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. താപനില കൂടുമ്പോൾ, ദ്രാവകങ്ങളുടെ കേസിലാട്ടോ പറയുന്നത്, താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ദ്രാവകങ്ങൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു. നമ്മൾ ഈ വൈദ്യുതാഘാതമേൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു. അതറിയാം അല്ലേ? നമുക്ക് പെട്ടെന്ന് എന്താണ്, അവർ തണുത്തിട്ടുണ്ടാവും അല്ലേ? ഷോക്ക് ഏറ്റ ഒരാൾക്ക് എന്താണ്, അവരുടെ ബോഡി പെട്ടെന്ന് തണുത്തിട്ടുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് തണുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവണത്? നമ്മുടെ രക്തത്തിന് അല്ലെ ബ്ലഡിന് എന്ത് ചെയ്യും? ക്ലോട്ട് ആവാൻ തുടങ്ങും. ആ ബ്ലഡ് ക്ലോട്ട് ആവുമ്പോൾ അവിടെ എന്താണ് അവിടെ കൂടുതലുണ്ടാവുക? നമ്മളെ ബ്ലഡിന് പെട്ടെന്ന് ഒഴുകാൻ പറ്റുമോ? അവിടെ വിസ്കോസിറ്റി അവിടെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒഴുകാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വിസ്കോസിറ്റി അവിടെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ അവിടെ കൂട്ടണം അല്ലേ? ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ എന്താണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിന് എന്ത് ചെയ്യണം? തിരുമ്മി ചൂട് പിടിപ്പിച്ചാൽ എന്താ, രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവും. അല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഷോക്ക് ഏറ്റ ഒരാളുടെ ബോഡി
തണുക്കുമ്പോൾ രക്തം അവിടെ രക്തോട്ടം ഉണ്ടാവില്ല വെച്ചാൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ആകുമ്പോൾ നമുക്ക് സാധാരണ നിലയിലെത്തിക്കാൻ വിസ്കോസിറ്റി അവിടെ കുറവല്ല കൂടുതലാണ്. വിസ്കോസിറ്റിനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് ഒന്ന് ശരീരത്തിന് തിരുമ്മി കൊടുത്താൽ മതി. അതാണ് ഷോക്ക് ഏൽക്കുമ്പോൾ ഉള്ളൊരു വൈദ്യുതാഘാതം, താപനില, വിസ്കോസിറ്റി തമ്മിലുള്ളൊരു ബന്ധമാണ് ഇപ്പോൾ പറഞ്ഞത്. വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ രക്തക്കുഴലുകളുടെ രക്തത്തിന് എളുപ്പത്തിൽ ഒഴുകാൻ സാധിക്കാതെ ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തെ തിരുമ്മി ചൂട് പിടിപ്പിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവുകയും അയാൾ അപകടനില തരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കണം. എവിടെയാണിത്? ഫ്ലൂയിഡിൻ്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നത്. എന്നാലോ വാതകത്തിൻ്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? വിസ്കോസിറ്റിയും കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റിയും കൂടുതലായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും വിസ്കോസിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ മറക്കരുത്. കോയിഫിഷ്യൻ വിസ്കോസിറ്റി ഗുണാങ്കം എന്ന് പറയുന്നത് F/A/V/L അല്ലെങ്കിൽ FL/VA ആണ് വിസ്കോസിറ്റിൻ്റെ വിസ്കോസിറ്റി ഗുണാങ്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റോക്സ് ലോയും കൂടി എന്താണെന്ന് നോക്കാം. സ്റ്റോക്സ് ലോ വിസ്കോസിറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ മഴത്തുള്ളികൾ നമ്മുടെ ബോഡിയിലേക്ക് വീഴുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പെയിൻ വരാത്തത്? അപ്പം അത്രയും ഹൈറ്റിൽ നിന്നാണ് ഈ മഴത്തുള്ളി വീഴുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നിർബാധം പതിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു, ഒരു ബോളോ എന്തെങ്കിലും നല്ല ഹൈറ്റിൽ നിന്ന് പതിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി താഴേക്ക് വരുന്തോറും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ആക്സിലറേഷൻ കൂടുതലായിരിക്കും. നമുക്കറിയാം താഴേക്ക് വരുന്തോറും വെലോസിറ്റി കൂടുതലെന്ന് വെച്ചാൽ ആക്സിലറേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ഭയങ്കര ആഘാതം ഏൽപ്പിക്കുക അല്ലേ? താഴേക്ക് വീഴുമ്പോൾ നമുക്കറിയാം തേങ്ങ താഴേക്ക് വീഴും, നമ്മുടെ തലയ്ക്കൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും എന്നറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് റെയിൻ ഡ്രോപ്സ് മുകളിൽ നിന്ന് താഴേക്ക് ഇത്രയും ദൂരത്തിൽ വന്നിട്ടും അതിൻ്റെ വെലോസിറ്റി എന്തുകൊണ്ട് കൂടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് മേത്ത് തട്ടുമ്പോൾ പെയിൻ വരുന്നില്ല? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ അതെന്താണെന്ന് നോക്കണ്ടേ. അപ്പോൾ താഴേക്ക് വരുന്തോറും വെലോസിറ്റി കൂടും. ആക്സിലറേറ്റഡ് മോഷനാണെന്നാണ് നമുക്ക് പറയാം. അപ്പം നോർമലി നമുക്ക് വെലോസിറ്റി കാണുകയാണെങ്കിൽ v=u²+2as അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു 200-300 മീറ്റർ/സെക്കൻഡിൽ നമുക്ക് വെലോസിറ്റി കിട്ടണതാണ് അത്രയും ഹൈറ്റിൽ വരുമ്പോൾ. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം പെയിൻ ആയിരിക്കും നമ്മുടെ മേത്ത് അത് വീണ് കഴിഞ്ഞാൽ. പക്ഷേ അത്രയും വെലോസിറ്റി അവിടെ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു ദ്രാവകത്തിൽ കൂടി താഴേക്ക് വീഴുമ്പോൾ അതുമായി സമ്പർക്കത്തിലിരിക്കുന്ന ദ്രാവക പാളിയെ ഒപ്പം വലിച്ചിഴയ്ക്കുന്നു. ദ്രാവകത്തിൻ്റെ വ്യത്യസ്ത പാളികൾ തമ്മിൽ ആപേക്ഷിക ചലനം ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി വസ്തുവിന് ഒരു മന്ദീകരണ ബലം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഡ്രോപ്പ് താഴേക്ക് വീഴുമ്പോൾ അവിടെ എന്താണ്? എഫ് ജി എന്ന് പറഞ്ഞാൽ mg ആണ്. അതിൻ്റെ ഫോഴ്സ് എന്താണ്? F=ma അല്ലേ? എ എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി ആണ്. FG mg നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴേക്ക് വീഴുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് താഴേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ മുകളിലേക്ക് എന്തുണ്ട്? ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ മഴത്തുള്ളി താഴേക്ക് വരുമ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഇവിടെ താഴോട്ട് വരുമ്പോൾ FG ആണ്. അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഇവിടെയൊക്കെ പ്രതലങ്ങളിൽ എന്തുണ്ട്? വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വിസ്കസ് ഫോഴ്സ് ഇവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബോയൻസി ഫോഴ്സ് പഠിച്ചിട്ടില്ലേ? ബോയൻസി ഫോഴ്സ് അതുണ്ട്. ബോയൻസി ഫോഴ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ 2 ടൈപ്പ് ഫോഴ്സ് ഉണ്ട് ഇവിടെ. FBയും FV ഉണ്ട്. അപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഈ ഇവിടെ വാട്ടർ മോളിക്യൂൾസ് ഉള്ള കാരണം നമ്മൾ പകുതി വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു കല്ലെടുത്തിട്ടാൽ പുറത്തേക്ക് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? ബോയൻസി ഫോഴ്സ് നമുക്ക് അതിൻ്റെ വെയിറ്റ് കാണാനുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഫോഴ്സാണ്. ഇവിടെ FG എന്ന് പറയുന്ന താഴേക്കുള്ള ഫോഴ്സും അതുപോലെ FVയും FB എന്ന് പറഞ്ഞ ഫോഴ്സും ബോയൻസി ഫോഴ്സും ഇവിടെ വിസ്കസ് ഫോഴ്സും ഉണ്ട്. ഇതിന് എതിർ ദിശയിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഫോഴ്സ് എന്താണ്? താഴേക്ക് വരുന്ന ഫോഴ്സ് അല്ലെങ്കിൽ വെലോസിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുക. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇത് നെറ്റ് ഫോഴ്സ് എന്തായി മാറും? 0 ആയി മാറും. FGയും അതിൻ്റെ ഈ FV+FB എന്ന് പറഞ്ഞ ഫോഴ്സ് എന്തായി മാറും? ഒരു കോൺസ്റ്റൻ്റായി മാറും. തുലനാവസ്ഥയിലെത്തും. രണ്ടും ഈക്വലായിട്ട് മാറും. അപ്പോൾ അവിടെ എന്താണ്? വെലോസിറ്റി എപ്പോഴും എന്താണ്? അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ഏതോ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി വിസ്കസ് ഫോഴ്സും അവിടുത്തെ വെലോസിറ്റിയും അതുപോലെ വിസ്കസ് ഫോഴ്സും അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കുള്ള ഡൗൺവേർഡ് ഫോഴ്സും അതുപോലെ മുകളിൽ അപ്വേർഡ് ഫോഴ്സും സെയിം ആയിരിക്കും. അപ്പോൾ എഫ് ജി ഈക്വൽ ടു എഫ് വി പ്ലസ് എഫ് ബി ആണ് അല്ലേ. വിസ്കസ് ഫോഴ്സ്, ബയോൻസി ഫോഴ്സ്, ഇത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴത്തേക്കുള്ളത്. അപ്പോൾ ഇത് ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ് 0 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം എഫ് ഈക്വൽ ടു എം എ ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ എന്താണ് മാസ് എന്തായാലും 0 ആവില്ല, ആക്സലറേറ്റഡ് എന്തായിരിക്കും 0 ആയി മാറി. അപ്പോൾ എ ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ എയുടെ ഇക്വേഷൻ അറിയാം ഡി വി ബൈ ഡി ടി ആണെന്നറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആവില്ല. അപ്പോൾ ഇവിടെ വി എന്തായിരിക്കും, വി അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്കൈ ഡൈവേഴ്സിനെയൊക്കെ അറിയില്ലേ, സ്കൈ ഡൈവേഴ്സ് എന്ന് പറയാം, അവർ മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ തന്നെ ഇപ്പോൾ സ്കൈ ഡൈവ് ചെയ്യുന്നവർ ആദ്യം തന്നെ എന്താണ് പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ചാടിയതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം. വെലോസിറ്റി അവിടെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പരന്ന് പോണം കണ്ടിട്ടില്ലേ. കുറച്ച് നേരം മാത്രം അവർ ആ സർഫസിൽ ഇങ്ങനെ മുകളിൽ തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഒന്ന് ചില വീഡിയോസ് ഒന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആദ്യം ചാടുമ്പോൾ പാരച്യൂട്ട് ഓപ്പൺ ആക്കുന്നില്ല, കാര്യം അവിടെ വെലോസിറ്റി അവിടെ ഇങ്ങനെ താഴേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എന്താണ് അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റായി മാറും. വെലോസിറ്റി കോൺസ്റ്റൻ്റ് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പാരച്യൂട്ട് ഓപ്പൺ ആക്കുന്നത്. കണ്ടോ ഇവിടെ നിന്ന് ഇപ്പോൾ വെലോസിറ്റി ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് പോകും. ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്കും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. അപ്പോൾ അതാണ് വി ടി എന്ന് പറയുന്നത് ടെർമിനൽ. അതിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പോർഷനാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് പഠിക്കണമെന്നില്ല കേട്ടോ, ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട. ജസ്റ്റ് ഞാനൊന്ന് പറയാം. വി ജി ഈക്വൽ ടു വി എഫ് പ്ലസ് വി ബി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ എഫ് ജി എന്ന് പറയുന്നതാണ് എം ജി ആണെന്നറിയാം, എഫ് ഈക്വൽ ടു എം എ ആണെന്നറിയാം, ജി ആണ് എ എന്ന് പറയുന്നത് ജി ആണെന്നറിയാം. ഇനി നമ്മളൊരു സ്പിരിക്കൽ ഡ്രോപ്പാണ് എടുത്തെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്. അപ്പോൾ റോ എന്ന് പറയുമ്പോൾ റോ ഈക്വൽ ടു എം ബൈ വി ആണ്. അതറിയുന്നതാണ്. ഡെൻസിറ്റി ഈക്വൽ ടു എം മാസ് ബൈ വോളിയം ആണെന്ന് അറിയാം എല്ലാവർക്കും. അപ്പോൾ ഇതിൽ മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, റോ വി ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റോ വി ജി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് ഏതാണ് ഫ്രിക്ഷണൽ വിസ്കോസിറ്റിയുടെ ഫോഴ്സ് വിസ്കോസിറ്റിയുടെ അതിൻ്റെ ഫ്ലൂയിഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ അല്ല സിഗ്മ കേട്ടോ. അത് നമുക്ക് ഇതേ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ഈ ഇക്വേഷനിൽ വോളിയത്തിനൊരു വോളിയം എന്ന് പറയുമ്പോൾ 4/3 പൈ ആർ ക്യൂബാണ്. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. അതും കൂടി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. സ്ഫിരിക്കൽ ഷേപ്പിൻ്റെ വോളിയം എന്താണ് 4/3 പൈ ആർ ക്യൂബ്. ആർ ക്യൂബിന് വരെ എ ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ റോ 4/3 പൈ എ ക്യൂബ് ജി എന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമ്മുടെ സ്റ്റോക്സ് ലോയിൽ 6 പൈ ഈറ്റ എ വി ടി. സ്റ്റോക്സ് ലോയിൽ ഇതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. സ്റ്റോക്സ് ലോയിൽ ഇത് ഡെറിവേഷൻ ഒന്നും ഇല്ല, ഡെറിവേറ്റ് ഇതുവരെ ആരും ചെയ്തിട്ടുമില്ല. ഈ സ്റ്റോക്സ് ലോ ഈ വിസ്കസ് ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റേഡിയസ്, ആ ഡിപ്പെൻഡ് ഓൺ റേഡിയസ്, ആ ഒരു സ്പിരിക്കൽ ഷേപ്പിനെ എന്താണ് പറയുക, വെള്ളത്തുള്ളികളുടെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നേച്ചർ ഓഫ് ഫ്ലൂയിഡിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേച്ചർ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ് വി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഈറ്റ എ വി എന്ന് കിട്ടും. അതിനെ ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ മാറ്റുമ്പോൾ 6 പൈ എന്നും കൂടി കിട്ടും. ഇതാണ് സ്റ്റോക്സ്. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ എഫ് വി ഈക്വൽ 6 പൈ എൻ എ വി. ഇത് നമ്മളെവിടെ ടെർമിനൽ വെലോസിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഫ് ജി നമുക്ക് കിട്ടി, ഈ ഇക്വേഷൻ കിട്ടി. അതിൽ എഫ് ഇ നമുക്ക് 6 പൈ ഈറ്റ എ വി ടി എന്ന് കിട്ടി. ഇനി എന്താണ് എഫ് ബി ബയോൻസി ഫോഴ്സ്, വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ് എന്ത് ബയോൻസി ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എം ജി എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ സിഗ്മ വി ജി എന്ന് കിട്ടും. ജി ഈക്വൽ 4/3 പൈ എ ക്യൂബ് ജി ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതെല്ലാം എന്താണ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് എന്ത് കിട്ടും, 2/9 ഈറ്റ എ സ്ക്വയർ ജി റോ മൈനസ് സിഗ്മ എന്ന് കിട്ടും. ഇതാണ് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ. ഇത് മാത്രം മതി, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഫിസിക്സ് PSC ചോദ്യമല്ലേ, ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. ഈറ്റ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി വിസ്കോസിറ്റി ആണ്. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ, ജി എന്ന് പറയുന്ന റേഡിയസ് ആണ്, റോ മൈനസ് റോ ഇതൊക്കെ ഡെൻസിറ്റിയാണ്. ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയും ഇത് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഇതെന്തിനാണ്, ആ സ്പിരിക്കൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇത് ടെർമിനൽ വെലോസിറ്റി ഇത് പഠിക്കണം കേട്ടോ. ആക്സിലറേറ്റഡ് മോഷൻ ഒരു പോർഷനിൽ എത്തുമ്പോൾ ആക്സിലറേറ്റഡ് ആയിട്ട് വെലോസിറ്റി കുറഞ്ഞു എന്ന് വെച്ചാൽ കുറഞ്ഞു വരില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും.
അതാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഏതൊക്കെയാണ് പഠിച്ചത്? അപ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്ന് സ്ലോ ഇട്ട് കാണണം കേട്ടോ. എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. വിസ്കോസിറ്റി നമ്മൾ പഠിച്ചു, അതുപോലെ സ്റ്റോക്സ് ലോ പഠിച്ചു, പിന്നെ ടെർമിനൽ വെലോസിറ്റി പഠിച്ചു. ഇതിൻ്റെ 3 ഇക്വേഷൻ എന്ന് പറയുമ്പോൾ VT = 2/9 η² ρ - സിഗ്മ അത് പഠിക്കണം. പിന്നെ ഏതാ പഠിക്കണ്ടേ? നമ്മൾ പറഞ്ഞത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി പഠിക്കണം, സ്റ്റോക്സ് ലോൻ്റെ ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, താങ്ക് യു.